ഹലോ ഗായ്സ്, പിന്നെ ഞാനിന്നൊരു ബീഫ് കറി ഉണ്ടാക്കാണ്. പിന്നെ അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇരുന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനതൊക്കെ അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ഞാനിത് ഓരോന്നോരായിട്ട് ഞാൻ കുക്കറിലേക്ക് ഇടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സവാള പിന്നെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇടാണ്. പിന്നെ കറിവേപ്പിൻ്റെ ഇത്തിരി ഉള്ളിന്, അപ്പോൾ അത് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക് അതേമാതിരി ഒറ്റൊന്നാട്ട് ഞാൻ ഇട്ടത്. പിന്നെ അതുപോലെ തക്കാളി അരിഞ്ഞത് ഇട്ടിക്കാം. പിന്നെ എന്താ ഉരുളക്കിഴങ്ങ്, അത് ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ അരിഞ്ഞിട്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അത് ഞാൻ അതിലേക്ക് ഇടട്ടെ. ഞാൻ വെളുത്തുള്ളി കുറച്ച് തോനെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് കുറച്ച് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തോനെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. പിന്നെ മല്ലിപ്പൊടി അതേമാതിരി ഒരു 1.5 സ്പൂണ്. പിന്നെ മുളക് പൊടി അതേമാതിരി ഒരു സ്പൂണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പിന്നെ കുറച്ച് പെരിഞ്ജീരകം, ഞാൻ ഒരു സ്പൂൺ പെരിഞ്ജീരകം ഇടുന്നുണ്ട്. പിന്നെ അതാ ഞാൻ ഉലുവ പൊടിച്ചതാണ്, എൻ്റെ അടുത്ത് പൊടിച്ചതല്ല, അപ്പോൾ ഞാനുണ്ട് കുറച്ച് ഉലുവൻ്റെ പൊടി കുറച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതാ കുറച്ച് ഉപ്പിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ എടുക്കണം. പിന്നെ അതാ ബീഫ് കയ്യത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതത് എല്ലാം കൂടെ കൂട്ടി ഒന്നായിട്ട് കുഴക്കണം കേട്ടോ. നന്നായിട്ട് കുഴച്ചിട്ട് ഇതിൽ കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുള്ളൂ. വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ എന്താ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5-6 വിസിൽ വരട്ടെ, എന്നിട്ട് ഓഫ് ചെയ്യാം. പിന്നെ ഉണ്ടല്ലോ, നമ്മളില്ലേ ബീഫ് കറി വെക്കുമ്പോഴേ നമ്മൾ മസാലകളൊക്കെ ഉണ്ടല്ലോ ഒന്ന് ചൂടാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഹോട്ടലിലൊക്കെ മേടിക്കുമ്പോൾ കഴിക്കൂലേ, അതുപോലത്തെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം മുളക് പൊടി, മല്ലിപ്പൊടി, മസാലകൾ മൊത്തം ഉണ്ടല്ലോ, എല്ലാ മസാല ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഇതിലിട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതാ ഗായ്സ്, നമ്മളെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ 5 വിസിൽ ആയപ്പോൾ എടുത്ത്. അപ്പോൾ അതൊക്കെ നല്ല ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചോറിലേക്കൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനും നമുക്ക് പത്തിയിലേക്കും ഒക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുള്ളൂ. അതിലുള്ള അരിച്ചിലുള്ള വെള്ളം തന്നെയാണ്, അതാണ് ഇത്ര ഉണ്ടോ. എന്നിട്ടും നമ്മൾ ഇത്ര വെള്ളം ഉണ്ട് ഇതിൽ. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഓക്കെ.